Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT class 9 chapter 12 proportion. നമ്മൾ ആ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കോൺസ്റ്റൻസി ഇൻ പ്രപ്പോർഷണാലിറ്റി. എന്താ ഈ കോൺസ്റ്റൻസി ഇൻ പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്? പ്രപ്പോർഷണൽ ആയിട്ടുള്ളതിലത്തെ കോൺസ്റ്റൻ്റ് എന്താണ്? അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സ്ക്വയർ എടുത്തു. അതിൻ്റെ സൈഡ് 1 മീറ്ററാണ് അതിൻ്റെ സൈഡ്. വേറൊരു സ്ക്വയർ 2 മീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ. നെക്സ്റ്റ് വണ്ണിൻ്റെ സൈഡ് 3 മീറ്ററാണ്. ഞാനിതിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ? ആദ്യത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4 × 1 അല്ലേ? 4 ആണ് പെരിമീറ്ററിൻ്റെ ഫോർമുല. അതായത് 4 സൈഡും കൂടെ ആഡ് ചെയ്യുന്നത് 1 + 1 + 1 + 1. ഇപ്പോൾ 4 × 1 ആണ് പെരിമീറ്റർ. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ ഓഫ് ദ സെക്കൻഡ് സ്ക്വയർ 4 × 2, 4 × 2 അല്ലേ? സൈഡ് 2 ആണ്, അങ്ങനെ 4 സൈഡ് ഉണ്ട്. അപ്പോൾ 4 × 2. തേർഡ് സ്ക്വയറിൻ്റെയോ? തേർഡ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4 × 3. അപ്പം ഞാൻ ഈ ഒരു കേസിൽ ഇത് സൈഡാണ് അല്ലേ? 1, 2 എന്നൊക്കെ പറയുന്ന സൈഡാണ്. സോ ഫസ്റ്റ് കേസിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ സൈഡ്? പെരിമീറ്റർ 4ഉം ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 1. അപ്പോൾ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ സൈഡ് 1 ആണ്. ആ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുത്താൽ പെരിമീറ്റർ ബൈ 1 ഇസ് ഈക്വൽ ടു 4, അല്ലെങ്കിൽ പെരിമീറ്റർ ബൈ സൈഡ് ഇസ് ഈക്വൽ ടു 4. രണ്ടാമത്തെ കേസിലോ പെരിമീറ്റർ 4 × 2 ആണ്, സൈഡ് 2 ആണ്. അപ്പോൾ പെരിമീറ്റർ ബൈ സൈഡ് ഇൻ ദ സെക്കൻഡ് കേസ് പെരിമീറ്റർ ഇസ് 4 × 2 ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 2. സോ ദ ആൻസർ ഇസ് 4. തേർഡ് കേസിൽ പെരിമീറ്റർ ബൈ സൈഡ് എന്താ വരിക? 4 × 3 ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 3, അഗെയിൻ 4. അപ്പോൾ ഈ എല്ലാ കേസിലും പെരിമീറ്റർ ബൈ സൈഡ് എന്താ വരുന്നത്? ഒരേ കോൺസ്റ്റൻ്റ് ആണ് വരുന്നത് അല്ലേ? എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തിലാണ്? അപ്പോൾ ഇതിൻ്റെ എല്ലാ വാല്യൂസും ഇതിൻ്റെ ദേ ആർ ഇൻ പ്രപ്പോർഷനിലാണ്. ആൻഡ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇസ് 4. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷൻ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ P/S is equal to a constant, അല്ലെങ്കിൽ പെരിമീറ്റർ ഇസ് പ്രപ്പോർഷണൽ ടു സൈഡ്. അപ്പോൾ പെരിമീറ്റർ ഇസ് ഓൾവേസ് 4 × സൈഡ്. ഇതാണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ പെരിമീറ്ററും സൈഡും ദേ ആർ ഇൻ പ്രപ്പോർഷൻ. ഇനി ഇതിന് പകരം ഞാൻ ഇതിൻ്റെ ഏരിയ എടുത്തു. ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ആകുമ്പോൾ സൈഡ് സ്ക്വയർ ആണ്. ദറ്റ് ഈസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. സൈഡ് 2 ആണെങ്കിൽ ഏരിയ വിൽ ബി 2 സ്ക്വയർ, ദറ്റ് ഈസ് 4. സൈഡ് 3 ആണെങ്കിൽ ഇറ്റ് ഈസ് 3 സ്ക്വയർ, ദറ്റ് ഈസ് 9. അപ്പോൾ ഈ ഏരിയയും സൈഡും പ്രപ്പോർഷണൽ ആണോ? വാട്ട് അബൌട്ട് ഏരിയ ആൻഡ് സൈഡ്? ഏരിയയും സൈഡും പ്രപ്പോർഷണൽ അല്ല. കാരണം എന്തുകൊണ്ടാണ്? ഏരിയ ഡിവൈഡഡ് ബൈ സൈഡ് എന്താണ് കിട്ടുക? ഏരിയ ഈസ് ആദ്യത്തെ കേസിൽ 1 ആണ്, സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസിൽ ഏരിയ ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ ഏരിയ എത്രയാണ്? 4 ആണ്, സൈഡ് 2 ആണ്. അപ്പോൾ അവിടെ 2 ആണ് കിട്ടുന്നത്. തേർഡ് കേസിൽ ഏരിയ ഡിവൈഡഡ് ബൈ സൈഡ് എന്ന് പറയുന്നത് ഏരിയ ഈസ് 9 ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 3. സോ ഐ എം ഗെറ്റിംഗ് ഇറ്റ് ആസ് 3. അപ്പോൾ ഇവിടെ സെയിം വാല്യൂ അല്ല കിട്ടുന്നത് അല്ലേ? ഏരിയ ബൈ സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രപ്പോർഷണൽ. അത് പ്രപ്പോർഷണൽ അല്ല. കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നില്ല. ഏരിയ ബൈ സൈഡ്, ഏരിയ സൈഡായിട്ട് പ്രപ്പോർഷണൽ അല്ല. സോ കാരണം എന്തുകൊണ്ടാണ്? അത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല കിട്ടുന്നത്. പെരിമീറ്റർ ബൈ സൈഡ് എന്ന് പറയുന്നത് ഒരേ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ ഏരിയയും സൈഡും ആയിട്ട് ഒരേ വാല്യൂ അല്ല കിട്ടുന്നത്. ഇനി ഈ ഏരിയയ്ക്ക് പകരം നമ്മളിവിടെ ഡയഗണൽ എടുത്തു. എല്ലാത്തിൻ്റെയും ഡയഗണൽസ്. ഈ ഡയഗണൽ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ 1 ആണെങ്കിൽ ഈ സൈഡ് എന്താ വരിക?
ദിസ് വിൽ ബി √2 അല്ലേ. ഇവിടെ 2 ഇവിടെയും 2 ആണെങ്കിൽ ഇത് ഈ സൈഡ് എന്താ ഡയഗണൽ എന്താ വരിക, ദാറ്റ് ഇസ് 2√2. ദിസ് ഇസ് 3, ഹിയർ ഇറ്റ് ഇസ് 3, സോ ഈ ഡയഗണൽ ലെങ്ത് 3√2. ഇപ്പോൾ ഡയഗണൽ കാണുന്നത് എങ്ങനെയാണ്, 1:1:√2 എന്നുള്ള ആ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2:2:2√2 ആവുന്നത്. അപ്പം ഡയഗണൽ ഇസ് ഈക്വൽ ടു, ഡയഗണൽ കാണുന്നത് അവിടെ ആദ്യത്തെ കേസിൽ √2 ആണ് ഡയഗണൽ. രണ്ടാമത്തെ കേസിൽ എത്രയാണ് ഡയഗണൽ, √2 × 2 അല്ലെങ്കിൽ 2√2. തേർഡ് കേസിൽ ഡയഗണൽ കിട്ടി 3√2. ഇനി ആദ്യത്തെ കേസിൽ ഡയഗണലുടെ ലെങ്ത് ഡിവൈഡഡ് ബൈ സൈഡ് d/s. ഡയഗണൽ ഇസ് √2 ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 1, സോ √2 എന്ന് കിട്ടി. സെക്കൻഡ് കേസിൽ ഡയഗണൽ ഇസ് 2√2 ഡിവൈഡഡ് ബൈ സൈഡ് ഇസ് 2, അഗെയിൻ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് √2. തേർഡ് കേസിലും ഡയഗണൽ ഇസ് 3√2 divided by 3, that again we are getting it as √2. ഇപ്പോൾ എല്ലാ കേസിലും ഡയഗണൽ ബൈ സൈഡ് d/s ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡയഗണലും സൈഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അവിടെ ഉണ്ട്. കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് √2. അപ്പം അങ്ങനെയാണ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ സെയിം വാല്യൂ റേഷ്യോ സെയിം ആയിട്ട് വരും. ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് വി കോൾ ഇറ്റ് ആസ് പ്രൊപ്പോർഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റിയുടെ എക്സാമ്പിൾസും പ്രൊപ്പോർഷണൽ അല്ലാത്തതിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്റ്റഡി സ്പീഡ് ഓഫ് 10 m/s. 10 m/s ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ 10 m/s എന്ന് പറയുന്നത് 1 മീറ്ററിൽ 1 സെക്കൻഡിൽ 10 meters എന്നാണ് അതിൻ്റെ അർത്ഥം. 1 സെക്കൻഡിൽ 10 meters എന്നാണ് അത് പോകുന്നത്. അപ്പോൾ സ്റ്റഡി മോഷൻ ആകുമ്പം 2 സെക്കൻഡിൽ എത്ര മീറ്റേഴ്സ് അത് പോകും, 20 meters. 3 സെക്കൻഡിലോ 30 meters. അപ്പോൾ ഇൻ ജനറൽ എങ്ങനെ എഴുതാം, ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ വരിക, ഡിസ്റ്റൻസ് ബൈ ടൈം ആദ്യത്തെ കേസിൽ നോക്ക്, distance by time is equal to 10/1, that is 10. Second case d/t, that is 20/2, that is again 10. രണ്ടാമത്തെ കേസിലും 10 വരും. മൂന്നാമത്തെ കേസിലും ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് 10 തന്നെയാണ് വരുന്നത്. സോ therefore distance and time are in proportion and the proportionality constant is 10 m/s ആണെങ്കിൽ. ഇനി അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമുക്കിത് ആ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ ഒന്ന് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റ് ഞാൻ നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് സ്ക്വയർ. ഈ എക്സ് എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ സ്ക്വയറും വൈ ഇസ് ദ പെരിമീറ്റർ. അപ്പോൾ നമുക്കറിയാം വൈ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണെങ്കിൽ വൈ ക്യാൻ ബി റിട്ടൺ ആസ് 4 times ദ സൈഡ്. അപ്പോൾ അത് പ്രൊപ്പോർഷനിലാണോ എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കി, അത് പ്രൊപ്പോർഷനിലായിരുന്നു. കാരണം y/x we get it as 4 always. എങ്ങനെ നോക്കിയാലും y/x, അതായത് പെരിമീറ്റർ ബൈ 1 സൈഡ് വിൽ ഓൾവേസ് ബി 4. അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇസ് 4. ഇനി അതിന് പകരം ഈ സൈഡും പെരിമീറ്ററും എടുക്കുന്നതിന് പകരം സൈഡും ഡയഗണലും എടുത്തു. സൈഡും ഡയഗണലും എടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരിക y is equal to √2 × x. അപ്പോൾ ഓരോ കേസിലും നമ്മൾ കണ്ടു √2 × 1, √2 × 2, √2 × 3 ആയിരുന്നു അതിൻ്റെ ഡയഗണൽ ലെങ്ത്. അപ്പോഴും അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ഡയഗണൽ ഡിവൈഡഡ് ബൈ സൈഡ്. ഇപ്പോൾ ഇവിടെ ചെയ്ത് നോക്കിയപ്പോഴും ഡയഗണൽ ഡിവൈഡഡ് ബൈ സൈഡ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്, √2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇസ് √2. അപ്പോൾ അത് പ്രൊപ്പോർഷണലിലാണ്. ഇനി തേർഡ് കേസ് നമ്മൾ അവിടെ ചെയ്ത് നോക്കിയത് സൈഡും ഏരിയയും കൂടെ എടുത്തു. അപ്പോൾ സൈഡും ഏരിയയും കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ സൈഡ് ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ ആണ്. പക്ഷേ നമുക്ക് എന്ത് കിട്ടി അവിടെ, അത് പ്രൊപ്പോർഷനിലല്ല, ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് പറയാനില്ല അവിടെ, അല്ലേ? സോ ദേ ആർ ഇൻ നോട്ട് ഇൻ പ്രൊപ്പോർഷൻ. ഇനി പിന്നെ നമ്മൾ ചെയ്തത് മോഷൻ, സ്റ്റഡി സ്പീഡിലുള്ള മോഷൻ.
steady speed. Steady speed. അപ്പോൾ അതിന് നമ്മൾ എക്സ് ടൈമും വൈ ഡിസ്റ്റൻസും ആക്കി എടുത്തു. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ എടുത്തത് y is equal to 10x ആയിരുന്നു. അപ്പോൾ അവിടെ പ്രപ്പോർഷനിലാണ് കിട്ടിയത്. കാരണം സ്റ്റഡി സ്പീഡ് ആയതുകൊണ്ട് y is directly proportional to time or distance by time. എപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. therefore they are in proportion. പിന്നെ വേറൊരു എക്സാമ്പിൾ വേരിയിങ് സ്പീഡാണെങ്കിൽ, അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. വേരിയിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്ന സ്പീഡ്. അപ്പം ടൈം, ഡിസ്റ്റൻസ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? y is equal to ഡിസ്റ്റൻസ് is equal to 4.9x². ഫിസിക്സിൽ പഠിക്കുന്നതാണ് ഡിസ്റ്റൻസ് ടൈം. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് is equal to 4.9x². അപ്പോൾ ഇവിടെ നമുക്ക് y ഡിവൈഡഡ് ബൈ ടൈം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരില്ല. കാരണം ഇവിടെ x² ഉള്ളതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് വരില്ല. അപ്പോൾ y is not proportional to x² അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആർ നോട്ട് പ്രപ്പോർഷണൽ. whereas in the case of time and speed, ടൈമും സ്പീഡും എടുക്കുകയാണെങ്കിലോ, അപ്പോൾ അതിൻ്റെ റിലേഷൻ ഉണ്ട്. y is equal to speed is equal to 9.8x, 9.8 times t. അപ്പോൾ അവിടെ അത് പ്രപ്പോർഷനിലാണ്. കാരണം സ്പീഡ് ബൈ ടൈം വിൽ ഓൾവേസ് ബി 9.8. സോ ദേ ആർ ഇൻ പ്രപ്പോർഷൻ. അപ്പോൾ ഇത്രയാണ് ആ പ്രപ്പോർഷണാലിറ്റിയുടെ കാര്യം. ആ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി കിട്ടുന്നതും അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ആ എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പേജ് നമ്പർ 185 ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ഈച്ച് പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ ചെക്ക് വെദർ ഫസ്റ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ സെക്കൻഡ്. ഫോർ പ്രപ്പോർഷണൽ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റും സെക്കൻഡും പ്രപ്പോർഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രപ്പോർഷണൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് 1 ആണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ത് വരും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π എന്ന് വരും. ഇനി റേഡിയസ് 2 ആണെങ്കിലോ പെരിമീറ്റർ വിൽ ബി 2π × 2, ദാറ്റ് ഈസ് 4π. റേഡിയസ് 3 ആണെങ്കിലോ പെരിമീറ്റർ വിൽ ബി 2π × 3, ദാറ്റ് ഈസ് 6π. ഇനി നമുക്ക് ആ പെരിമീറ്ററും റേഡിയസും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. പെരിമീറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ്, ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 2π. സെക്കൻഡ് കേസിൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഇസ് 4π ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2π. അവിടെയും 2π കിട്ടുന്നുണ്ട്. പിന്നെ തേർഡ് കേസിലോ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഇസ് ഈക്വൽ ടു 6π ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 2π. അപ്പോൾ എന്താ കിട്ടുന്നത്? പെരിമീറ്റർ ഇസ് പ്രപ്പോർഷണൽ ടു റേഡിയസ്. സോ അവിടെ എന്താണ്? ദ പെരിമീറ്റർ ആൻഡ് റേഡിയസ് ആർ പ്രപ്പോർഷണൽ. അപ്പോൾ പ്രപ്പോർഷണൽ ആണെങ്കിൽ ഒരു കാര്യം കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി? ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഈസ് 2π. എല്ലാ കേസിലും നമുക്ക് 2π കിട്ടുന്നത്. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഈസ് 2π. Then in second sub question, area and radius of circles. Area and radius of circles. അപ്പോൾ 6 റേഡിയസ് നമുക്ക് 1 എടുക്കാം, 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണ്. ദാറ്റ് ഈസ് π × 1².
which is equal to pi. R equal to 2 ആണെങ്കിലോ area is equal to pi into 2 square, that's equal to 4 pi. R is equal to 3 ആണെങ്കിൽ area is equal to pi into 3 square, which is equal to 9 pi, etc. ഓരോ കേസിലും ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താ നോക്കാം. ഏരിയ ഇസ് പൈ, റേഡിയസ് ഇസ് 1, അപ്പോൾ അവിടെ പയ്യാണ് കിട്ടുന്നത്. സെക്കൻഡ് കേസിൽ ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് ഇസ് ഈക്വൽ ടു 4 pi divided by radius is 2, that's equal to 2 pi. തേർഡിൽ area divided by radius is equal to 9 pi divided by 3, which is equal to 3 pi. അപ്പോൾ ഇതിലൊന്നിലും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല വരുന്നത്, റേഷ്യോസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ ഏരിയ ആൻഡ് റേഡിയസ് ആർ നോട്ട് പ്രപ്പോർഷണൽ. ഏരിയ ആൻഡ് റേഡിയസ് ആർ നോട്ട് പ്രപ്പോർഷണൽ. അപ്പോൾ അതിന് കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഇല്ല. പിന്നെ തേർഡ് വൺ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ റിംഗ് മൂവിങ് അലോങ് എ ലൈൻ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ സർക്കുലർ റിംഗ് മൂവിങ് അലോങ് എ ലൈൻ. വെൻ ദ റിംഗ് റൊട്ടേറ്റ്സ് വൺസ്, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു ദ പെരിമീറ്റർ അല്ലേ. വെൻ the ring rotates once, the distance travelled is equal to its perimeter. When the ring rotates twice, 2 times rotate cheyanengilo, when the ring rotates twice, the distance travelled is equal to 2 times p, 2 times perimeter, twice the perimeter ആയിരിക്കും. പിന്നെ if the ring rotates thrice, the distance travelled is equal to 3 times perimeter. So ഇവിടെ നമുക്ക് distance travelled and the number of rotations, distance travelled ആണ് perimeter. So perimeter divided by, അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് പി ആണ്, ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് പി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ്, നമ്പർ ഓഫ് റൊട്ടേഷൻസിന് എൻ എന്തെങ്കിലും കൊടുക്കാം. സോ ഡി ബൈ എൻ, ദറ്റ് ഇസ് പി ബൈ 1, അപ്പോൾ പി എന്ന് കിട്ടും. സെക്കൻഡ് കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2p ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ് 2 ആണ്. സോ അഗെയിൻ വി ആർ ഗെറ്റിംഗ് 2p. തേർഡ് കേസിൽ 3p ആണ് ഡിസ്റ്റൻസ് ട്രാവൽ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇസ് 3, അഗെയിൻ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് p. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ആൻഡ് സോ therefore they are proportional. So distance travelled and the number of rotations are proportional. Number of rotations are proportional. And the proportionality constant, എന്താണ് proportionality constant അവിടെ? Proportionality constant is, ഈ പി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രാവശ്യത്തെ പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr. സർക്കുലർ റിംഗ് അല്ലേ? So proportional and the proportionality constant, here it is p, and the proportionality constant and the proportionality constant is equal to p, that's equal to 2πr. സർക്കുലർ റിംഗ് ആയതുകൊണ്ടാണ് 2πr ആക്കി എടുക്കുന്നത്. Then next one, the interest got in a year and the amount deposited in a scheme in which interest is compounded annually. The interest got in a year, അപ്പോൾ ഇൻട്രസ്റ്റ് ഗോട്ട് ഐ, പിന്നെ എമൗണ്ട് ഡെപ്പോസിറ്റഡ് പി,
കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ ആനുവൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് വെച്ചാൽ I is equal to PNR. PNR by 100 ആണ് നമ്മുടെ PNR ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആനുവലി, ഇയർലി ആണ്. അപ്പോൾ N is equal to 1. സോ I is equal to PR. പിന്നെ അവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റും എമൗണ്ട് ഡെപ്പോസിറ്റഡും പ്രപ്പോർഷണൽ ആണോ, വെദർ ദ എമൗണ്ട് ആൻഡ് ദ ഇൻട്രസ്റ്റ് ആർ പ്രപ്പോർഷണൽ. അപ്പോൾ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് പിയും ഇൻട്രസ്റ്റ് ഐയും. അതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പി. സോ എപ്പോഴും ആ റേറ്റ് ആയിരിക്കുമല്ലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷനാലിറ്റി. Therefore I by P is a constant. Therefore what can you say? Interest got in a year and the amount deposited are directly proportional and the constant of proportionality is R, that is a rate of interest. Rate of interest ആണ് constant of proportionality. ഇനി next one, fifth one, the volume of water poured into a hollow prism and the height of the water level. The volume of water poured into a hollow prism. ഒരു ഹോളോ പ്രിസത്തിലേക്ക് എന്താണ് വെള്ളം എത്രയാണ് ഒഴിക്കുന്നത്, വോളിയം എന്ന് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി, ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു, വോളിയം എന്താണ്, വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ് വോളിയം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് വോളിയം ഓഫ് എ ഹോളോ പ്രിസം ആൻഡ് ഹൈറ്റ്. അപ്പോൾ വോളിയം ആൻഡ് ഹൈറ്റ് എപ്പോഴും എന്താണ്, ഇതിന് ആകെ ഒരു ഇത് വരുന്നത് അവിടെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. വോളിയം ഈസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ വോളിയം വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എപ്പോഴും നമുക്ക് കിട്ടുക വോളിയം ബൈ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ എന്നാണ് കിട്ടുക. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, കാരണം വോളിയം ബൈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ കിട്ടും. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്, അല്ലെങ്കിൽ വോളിയം ബൈ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ. Therefore they are proportional. They are proportional and the constant of proportionality is base area. എപ്പോഴും വോളിയം ബേസ് ഏരിയയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റിനും വോളിയത്തിനനുസരിച്ച് ഇത് അതിൻ്റെ വോളിയം മാറിക്കൊണ്ടിരിക്കും ഹൈറ്റിനനുസരിച്ച്. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.